പുലർച്ചെ പിലാക്കാവിന് സമീപത്ത് നിന്നാണ് 7 വയസ്സ് പ്രായം വരുന്ന പെൺകടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ബേസ് ക്യാമ്പിൽ എത്തിച്ച കടുവയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിനായി കുപ്പാടിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. പഞ്ചാരക്കൊലയിൽ പടക്കം പൊട്ടിച്ചായിരുന്നു നാട്ടുകാരുടെ ആഘോഷം. ഇന്നലെ വനംവകുപ്പിനെതിരെ വലിയ രോഷമായിരുന്നുവെങ്കിൽ ഇന്ന് കൈയടിച്ചും മുദ്രാവാക്യം മുഴക്കിയുമാണ് വനംവകുപ്പിനെ അവർ അഭിനന്ദിക്കുന്നത്. വിവരങ്ങളുമായി കമലും സാരംഗ് സുരേഷുമുണ്ട്. കമലിലേക്ക് പോകാം. കമൽ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വയനാട് അത്രമേൽ ഈ പറയുന്ന പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന മേഖല അത്രമേൽ ഭീതിയിലായിരുന്നു. കമൽ, ഊണുറക്കമില്ലാതെയാണ് ഈ ദിവസങ്ങളിലെല്ലാം നമ്മുടെ മാതൃഭൂമി ടീമും എല്ലാവരും അവിടെ ജോലി ചെയ്തത്. ഈ വാർത്തകൾ, ഈ ഭീതി, ഇത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി എന്തായാലും വലിയ ആശ്വാസം ആ മേഖലയിൽ ആകെ ഉണ്ടാവുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നു, ആളുകൾക്ക് പുറത്തിറങ്ങാനും പണിയെടുക്കാനും പോകാനും കഴിയുന്നു എന്നുള്ളതൊക്കെ. ഈ സംഭവത്തിന്റെ ഒരു ചുരുക്കം എങ്ങനെയാണ് കമൽ? മധു പറഞ്ഞതുപോലെ വലിയൊരു ആശങ്കയായിരുന്നു. ഇന്നലെ നേരത്തെ ഉണ്ടായിരുന്ന നിരോധനാജ്ഞ നീട്ടി ഇന്ന് രാവിലെ മുതൽ കർഫ്യൂ 48 മണിക്കൂർ കർഫ്യൂ പ്രഖ്യാപിക്കുന്നു. ആളുകൾക്ക് പുറത്തിറങ്ങരുത്, കുട്ടികൾ സ്കൂളിൽ പോകരുത്, പരീക്ഷയുള്ളവരെ പ്രത്യേക വാഹനത്തിൽ എത്തിക്കും തുടങ്ങിയ നിർദ്ദേശങ്ങൾ വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ് വീണ്ടും ആശങ്കയിലേക്ക് പോവുകയായിരുന്നു ഈ പ്രദേശം. ഇന്നലെ ദൗത്യസംഘത്തിൽ ഒരാൾക്ക് നേരെ കടുവ ചാടുന്നു. അതോടെ തന്നെ മനുഷ്യന് ഭീഷണിയായ ഒരു കടുവയാണ്, ആക്രമണകാരിയാണെന്ന് വ്യക്തമാകുന്നു. അത് ഭയം ഇരട്ടിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു ആശങ്കയ്ക്കിടെ രാവിലെ 7:20 നമുക്ക് ഈ കടുവ ചത്തു എന്ന വിവരം ലഭിക്കുന്നത്. രാവിലെ ആ സമയത്ത് തന്നെ നമുക്ക് ഈ കടുവയുടെ ജഡം കിട്ടിയതായി സ്ഥിരീകരിച്ച വാർത്ത കൊടുക്കാൻ പറ്റി. നിമിഷങ്ങൾക്കകം തന്നെ ആ ദൃശ്യങ്ങളും മാതൃഭൂമി ന്യൂസിലൂടെ ലോകമറിഞ്ഞു. കടുവ ചത്തിരിക്കുന്നു, ആ ജഡത്തിന്റെ ദൃശ്യങ്ങളടക്കം കാണിക്കാൻ പറ്റി. പിന്നീട് കടുവയെ ഈ എസ്റ്റേറ്റ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ച CCF KS ദീപയും അതുപോലെ ഡോക്ടർ അരുൺ സക്രിയും ബയോളജിസ്റ്റ് വിഷ്ണുവും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇന്നലെ രാത്രി 12:30 മുതൽ അവരുടെ നിരീക്ഷണത്തിൽ കടുവയുണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല എന്ന് ഡോക്ടർ അരുൺ സക്രിയ വിശദീകരിക്കുന്നു. കടുവയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. ആദ്യം നമ്മൾ ദൃശ്യങ്ങൾ നൽകിയപ്പോൾ അത് വെടിയേറ്റതാണോ എന്ന സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും ഡോക്ടറും അതുപോലെ CCFും നിഷേധിച്ചു. അങ്ങനെ കടുവയ്ക്ക് നേരെ ഫയർ ചെയ്തിട്ടില്ല. അത് നേരത്തെ എപ്പോഴോ കാട്ടിലുണ്ടായ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായ പരിക്കായിരിക്കാം. അതിനെ തുടർന്നായിരിക്കാം കടുവ പുറത്ത് വന്നതും മനുഷ്യനെ ആക്രമിച്ചതും പിന്നീട് ചത്തതും എന്നാണ് ഡോക്ടർ വിശദീകരിച്ചത്. എന്തായാലും ഇപ്പോൾ വനം വകുപ്പിന്റെ വെറ്ററിനറി കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് പിന്നീട് ലഭിക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ പ്രാഥമികമായി കമൽ പറഞ്ഞതുപോലെ നേരത്തെ ഡോക്ടർ സംസാരിക്കുമ്പോഴും CCF സംസാരിക്കുമ്പോഴും അങ്ങനെ കാര്യമായി ഓപ്പറേഷന്റെ ഭാഗമായി കടുവ ചത്തതാണ് എന്നവർ സ്ഥിരീകരിക്കുന്നില്ല. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. അത് കാട്ടിൽ വെച്ചുള്ള ആക്രമണത്തിന്റെ ഭാഗമായി, ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ഉണ്ടായ മുറിവുകളാണ് എന്ന് പറയുന്നു. അതേസമയം സ്ഥിരീകരണം വരേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ്. ഇന്നലെ RRT സംഘാംഗത്തെ കടുവ ആക്രമിച്ചപ്പോൾ ഫയർ ചെയ്തിരുന്നു, പക്ഷേ അത് കൊണ്ടില്ല, വിഫലമായി എന്നതാണ് ഇന്നലെ പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലാണല്ലോ ഇന്നലെ രാത്രിയും ഒക്കെ നിരീക്ഷണം തുടർന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനുള്ളിൽ ഉള്ളത് കാട്ടിനകത്ത് വെച്ച് സംഘടന നടന്നു, അതിന്റെ മുറിപ്പാടുകളാണ്. ഈ സംഘടനത്തെ തുടർന്നാകാൻ കടുവ നാട്ടിലേക്ക് ഇറങ്ങിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം രാവിലെ വിശദീകരിച്ചത്. നമ്മൾ ക്യാപ്ചർ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. നൈറ്റ് ആയതുകൊണ്ട് രാത്രി കൊണ്ട് നടന്നില്ല. ദെൻ മോർണിംഗ് നമ്മൾ ഫർദർ പെരാമ്പുലേറ്റ് ചെയ്തപ്പോൾ ഒരു വീടിൻ്റെ സൈഡിൽ ഡെത്തായിട്ട് കണ്ടു. നല്ല ഫൈറ്റ് വുണ്ടുണ്ട്, നല്ല കോൺഫ്ലിക്റ്റ് ഇഞ്ചുറി ഉണ്ട്, വേറെ ടൈഗറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്. ID പ്രൂവ് ചെയ്തു, സെയിം ടൈഗർ തന്നെയാണ്. നല്ല പ്രായം സാറേ? പ്രായം എന്ന് പറഞ്ഞാൽ യങ് ആനിമലാണ്. അത്യം പ്രായമില്ല, 6-7 ഇയേഴ്സ് ഓൾഡ്. അങ്ങനെയല്ല, മറ്റൊരു കടുവ ഇഞ്ചുറി ആയിട്ട് വന്നതായിരിക്കാം. അത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. ഇൻഫൈറ്റ് വൂണ്ട് കൊണ്ടാണ് കോസ് ഓഫ് ഡെത്ത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം. തീർച്ചയായിട്ടും. അല്ല, ഞങ്ങൾക്ക് രാത്രി മയക്കുവെടി വെക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഓക്കെ, രാത്രി നമ്മളിതിനെ 12 നമ്മൾ സ്പോട്ട് ചെയ്തു, നമ്മളതിനെ ട്രാക്ക് ചെയ്തു. ഇല്ല, നൈറ്റ് അത് ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പഴക്കമുണ്ട്, ഇഞ്ചുറി പഴക്കമുള്ള വൂണ്ടാണ്. മുറിവിന് പഴക്കമുണ്ട്, ഫ്രഷ് വൂൺസും ഉണ്ട്. പക്ഷേ ഫ്രഷ് വൂൺസ് തന്നെ കുറച്ച് ദിവസങ്ങൾ മുമ്പുള്ള വൂൺസും ഉണ്ട്. ഇൻഫൈറ്റിൽ വന്നൊരു ആനിമലാണിത്. നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇല്ല, നൈറ്റ് ഒരു ഓപ്പറേഷൻസ് നടക്കത്തില്ല.